ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രാക് സ്റ്റോറീസ്. സോ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ആക്ച്വലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പെർഫ്യൂംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലബ് ഡ്യൂനീറ്റ് ഇന്റൻസ് മാൻ പ്യോർ പെർഫോം ആൻഡ് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് റിഫാക്കത്ത്, പാരീസ് കോർണറിൻ്റെ റിഫാക്കത്ത് എന്ന് പറയുന്ന പെർഫ്യൂംസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതായത് നമ്മളൊരു ബിഗിനർ കളക്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഒരു ബിഗിനർ കളക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പെർഫ്യൂമിന്റെ കൂട്ടത്തിൽ ഒരു മൂന്നാമത്തെ ഒരു ഓപ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ രണ്ട് പെർഫ്യൂംസ് ശരിക്കും പറഞ്ഞാൽ ക്ലബ് ഡ്യൂനീറ്റ് എന്ന് പറയുന്നത് ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള, ഒരു മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ സെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. രണ്ടാമത്തെ റിഫാക്കത്ത് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, ഈവനിങ്സ്, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെന്റാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ആക്ച്വലി ഒരു ഫ്രഷി എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് സെന്റ് പ്രൊഫൈൽ വരുന്നിട്ടുള്ള ഒരു ഡംപ് റീച്ച്, അതായത് നമുക്ക് എപ്പോഴും എന്നും നമുക്ക് എന്താവശ്യത്തിനും നമുക്ക് റീച്ച് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പെർഫ്യൂംസ് ആണ്. ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് കോമൺ ആയിട്ട് എല്ലാ ഫ്രഷ് പെർഫ്യൂംസിനും ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് പൊതുവെ ഫ്രഷ് പെർഫ്യൂംസിനോട് ആളുകൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു പെർഫ്യൂം അടിച്ച് ഒരു കോംപ്ലിമെന്റ് കിട്ടുന്നത്, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഉള്ളത് തന്നെ, നമ്മുടെ അടുത്ത് ആരും അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ നല്ല പെർഫ്യൂംസ് അടിച്ചിരിക്കുന്ന എന്നുള്ളൊരു കോംപ്ലിമെന്റ് ഒന്നും യൂഷ്വലി പറയാറില്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മറ്റേത് പെർഫ്യൂംസിനെക്കാളും ഉപരി ഈ ഒരു പെർട്ടിക്കുലർ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് മൾട്ടിപ്പിൾ ആളുകളുടെ കയ്യിൽ നിന്ന് ഇത് നിങ്ങൾ നല്ലൊരു പെർഫ്യൂമാണ്, നല്ല സ്മെല്ലാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ ദിസ് വിൽ ബി അവർ തേർഡ് അഡിഷൻ ടു യുവർ ബിഗിനർ കളക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിഗിനർ കളക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു പെർഫ്യൂമിൻ്റെ ആവശ്യം കൂടി ഉള്ളൂ. കാരണം എൻ്റെ മൂന്നാമത്തെ പിക്ക് എന്ന് പറയുന്നത് ദിസ് ഈസ് ദി ഐറ്റം. ഇതെന്ന് പറയുന്നത് അഫ്നാൻ്റെ റെയർ റീഫ് എന്ന് പറയുന്ന ഒരു ഫ്രഷ് പെർഫ്യൂമാണ്, ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. ഇത് എങ്ങനെ നോക്കിയാലും എൻ്റെ കണ്ണിൽ എല്ലാവരുടെ കളക്ഷനിലേക്കും ഡെഫിനറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടുന്ന ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ ഒരു സെന്റ് പ്രൊഫൈൽ തന്നെ പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ ഇതിൻ്റെ ഒരു സെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒട്ടും ഒരു ഡിസ്റ്റർബിങ് അല്ലാത്ത രീതിയിലുള്ള, നമ്മൾ ഈ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഏതെങ്കിലും ഒരു ഹൈ എൻഡ്, അങ്ങനെ ചിന്തിക്കും, ഒരു ഹൈ എൻഡ് ഒരു ഓറഞ്ച് എടുത്ത് പീൽ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, വളരെ ഫ്രഷ് ആയിട്ടുള്ള എന്നാൽ കുറച്ചൊരു ഹൈ എൻഡ് എന്ന് തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്മെല്ലാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇതിനകത്തുനിന്ന് സെൻസ് ചെയ്യാൻ പറ്റിയതൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ടച്ച് ഇതിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സെന്റ് പ്രൊഫൈലിൻ്റെ ഒരു നോട്ട്, നമ്മൾ ഫ്രാഗ്രൻറ്റിക്കയിലൊക്കെ പോയി നോട്ട് ചെക്ക് ചെയ്താൽ ചിലപ്പം ഇതൊന്നും ആയിരിക്കില്ല അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കിതിൽ നിന്ന് എന്താണ് സെൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഒരു പെർഫ്യൂമിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ടൊരു ഓഫീസ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഓഫീസിലൊക്കെ നമുക്ക് റെഗുലർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പെർഫ്യൂമാണ് വരുന്നത്. അതുമാത്രമല്ല, ഇത് ഒട്ടും ഒഫെൻസീവ് അല്ല, ഒട്ടും ലൈക്ക് നിങ്ങൾക്കിത് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു ഡംപ് റീച്ചായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂമാണിത്. പിന്നെ ഇതിൻ്റെ ഒരു വാല്യൂ ആസ്പെക്ട്, ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ പർച്ചേസ് ചെയ്തത് അറൗണ്ട് ഒരു 2200 റേഞ്ചിലാണ് ഞാനിത് ആക്ച്വലി പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 2500-2600 ഞാൻ ആക്ച്വലി ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. ഇത് ലാസ്റ്റ് ഇയർ ആണ് ഈ പെർഫ്യൂം അഫ്നാൻ ആക്ച്വലി ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇത് വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി ഈ പെർഫ്യൂമിൻ്റെ വില ഏകദേശം 3000-3100 റേഞ്ചിലോട്ടൊക്കെ പോയി. അപ്പോൾ ഞാനിത് ഹൈപ്പ് ചെയ്യുന്നതല്ല,
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമ്മറിലേക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെ വില പിന്നെയും എനിക്ക് തോന്നുന്നു ഒരു 3000 റേഞ്ചിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഫെബ്രുവരിയിലാണ്, ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സമ്മർ പീക്കിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ് എന്തായാലും കൂടാനുള്ള സാധ്യതയുണ്ട്. സോ എൻ്റെ ഒരു ഇതിലൊരു 2200 to 2500 നിങ്ങൾക്ക് ഈ പെർഫ്യൂം പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഞാൻ ആക്ച്വലി ഈ പ്രൈസ് പറയുന്നത്, നിങ്ങൾ ഈ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് എന്ന് പറയുന്നത് ഉണ്ടാവണം. കാരണം നിങ്ങൾ പല വെബ്സൈറ്റുകളിൽ കയറി നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു പെർഫ്യൂം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എപ്പോഴാണെന്നുണ്ടെങ്കിൽ കാർട്ടിലൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ഡേയ്സെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നാലേ നിങ്ങൾക്ക് അതൊരു ബെസ്റ്റ് പ്രൈസിങ്ങിൽ വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൺ. ആൻഡ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ലൈക്ക് ഈ ഒരു പെർഫ്യൂമൻസ് കിട്ടുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ബീസ്റ്റ് മോഡ് പെർഫോമൻസ് ആണ്. അത് ലൈക്ക് യൂഷ്വലി ഒരു ഫ്രഷ് ഫ്രേഗ്രൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 3 to 4 hours ഒരു പെർഫോമൻസ്, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour പ്രൊജക്ഷൻ, അതും ഒരു കഷ്ടിച്ചൊരു 1.5 അടി ഫീറ്റ് പ്രൊജക്ഷൻ ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മോസ്റ്റ് ഓഫ് ദ ലൈക്ക് ഫ്രഷ് ഫ്രാഗ്രൻസസ്. ബട്ട് ഈ ഒരു സാധനം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ രാവിലെ അടിച്ചിട്ട് ഓഫീസിലേക്ക് പോയാലും ഈവനിങ്ങിൽ വരെ ഇത് സ്ട്രോങ് ആയിട്ട് ഇത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു 2 feet to 3 feet വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യും. ഈസിലി 6 to 8 hours ഇത് ലാസ്റ്റ് ചെയ്യും. നല്ല ഭീകരമായിട്ടൊരു 3 hours 4 hours ഉള്ള പ്രൊജക്ഷൻ എന്നൊക്കെ പറയുമ്പം തീർച്ചയായിട്ടും ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് എന്നുള്ള നിലയിൽ ഇത് ഔട്ട്സ്റ്റാൻഡിങ് ലൈക്ക് പെർഫോമൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് ആരാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊട്ടും ഒഫൻസീവ് അല്ലാത്തത് കൊണ്ട് തന്നെ, പിന്നെ ഇത് ആർക്ക് വേണമെങ്കിലും, അതായത് ഇപ്പോൾ ഒരു സ്കൂൾ കിഡ് തൊട്ട് ഒരു കോളേജ് ഗോയിങ്, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളൊരു ഓഫീസിൽ ജോയിൻ ചെയ്യുന്നവർക്ക്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ്, നിങ്ങൾക്കിത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂമാണിത്. പിന്നെ ഇത് ഈ ഒരു പെർഫ്യൂമിൻ്റെ വൈബ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെർഫ്യൂമിൻ്റെ വൈബ് ആക്ച്വലി വളരെ ഇന്നൊഫെൻസീവ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ ആ വാക്കാണ് ഈ ഒരു പെർഫ്യൂമിനെ ഏറ്റവും കൂടുതൽ യോജിക്കുക. ഇറ്റ്സ് എ വെരി പ്ലസൻറ്റ്, വെരി ഡീസൻറ്റ്, ഇന്നൊഫെൻസീവ്, ഡം ബ്രീച്ച്. എപ്പോൾ വേണമെങ്കിലും എടുക്കുക, പെർഫ്യൂം അടിക്കുക, പോവുക. അപ്പോൾ വളരെ സട്ടിലായി നിങ്ങൾ എവിടെ പോയാലും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സെൻറ്റ് പ്രൊഫൈല് നിങ്ങളെല്ലാവരും നോട്ടീസ് ചെയ്യും. പക്ഷേ ഇതിനകത്തുനിന്ന് കോംപ്ലിമെന്റ് എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളൊരു ഫ്രഷ് സ്മെല്ലിംഗ് ഇൻഡിവിജ്വൽ ആണെന്നുള്ളൊരു റെക്കഗ്നേഷൻ എല്ലാവരും നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് തരും. കാരണം വളരെ ഫ്രഷ് ആണ്. ഫ്രഷ് പെർഫ്യൂംസ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഈ ഒരു വൈബാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ഇന്നൊഫെൻസീവ് ആയിട്ടുള്ള നല്ല ഒരു ഫ്രാഗ്രൻസ്. അങ്ങനെയാണ് എനിക്കിത് പറയാനായിട്ടുള്ള ഇൻട്രസ്റ്റ്. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു. സോ ഓൾമോസ്റ്റ് 2300 to 2500 to 600 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങളിത് ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വെക്കുക. കാരണം ഇത് ഇപ്പോൾ പർച്ചേസ് വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു മാസറേഷൻ ഒരു 2 to 3 months നിങ്ങളുടെ ഷെൽഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഇതിൻ്റെ ഒരു പെർഫോമൻസ് കുറച്ചുകൂടെ ഇൻക്രീസ് ആകാനുള്ള ചാൻസും ഉണ്ട്. സോ ഇത്രയുമാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിസ് ഇസ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഈ ഒരു പെർഫ്യൂം കൂടെ വരുന്നതോടുകൂടി നമ്മുടെ ആ 3 പെർഫ്യൂം ലൈക്ക് ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു 3 പെർഫ്യൂമിൻ്റെ ആ ഒരു കളക്ഷൻ കംപ്ലീറ്റ് ആവും. ഫസ്റ്റ് വൺ ക്ലബ് ഡി ന്യൂയിറ്റ്, സെക്കൻഡ് വൺ റിഫാഖത്ത്, ആൻഡ് ദ തേർഡ് വൺ ഓഫ് കോഴ്സ് അഫ്നാൻ റയർ റീഫ്. സോ ഇത് 3 ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു ലൈക്ക് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു പെർഫ്യൂം ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഒരു ഓൾ ഇയർ നിങ്ങളെ കവർ ചെയ്യാനായിട്ട് ഇത്രയത്തിൻ്റെ ആവശ്യമേ ആക്ച്വലി ഉള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഒരു റയർ റീഫ് ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഡീക്കൻ്റ് പർച്ചേസ് ചെയ്ത് നോക്കുക. ഡീക്കൻ്റ് പർച്ചേസ് ചെയ്തിട്ട് ഈ സെൻറ്റ് പ്രൊഫൈൽ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും ലൈക്ക് ഒരു സിന്തറ്റിക്കോ അല്ലെങ്കിൽ യൂഷ്വലി ഫ്രഷ് പെർഫ്യൂംസ് വരുമ്പോൾ അതിനകത്ത് ഈ ലൈക്ക് ഫ്ലോർ ക്ലീനറിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഫ്ലേവർ വരാറുണ്ട്. ഒരു സിട്രസ് ലെമണിഷ് ഫ്ലേവറൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു
കുഴപ്പങ്ങളും ഈ ഒരു പെർഫ്യൂമിനകത്തില്ല. ബേസിക്കലി ഇത് ലൈക്ക് ഒട്ടും സിന്തറ്റിക് അല്ല. മാത്രമല്ല ഇതൊരു ഇതിൻ്റെ ഒരു വേറൊരു പോയിന്റോടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലീനിയർ ആയിട്ട് പോകുന്നൊരു പെർഫ്യൂമാണ്. അതായത് നേരത്തെ ഞാൻ സംസാരിച്ച പോലെ ഇപ്പം ഞാൻ ഈ ഒരു റിഫാക്കത്ത് പറഞ്ഞ മോണക്കുള്ള ഒരു കോംപ്ലക്സിറ്റീസ് ഒന്നും ഈ ഒരു പെർഫ്യൂമിൽ ആക്ച്വലി വരുന്നില്ല. ഇപ്പോൾ റിഫാക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈ ഡൗണിലേക്കൊക്കെ വരുമ്പോൾ ഈ പെർഫ്യൂമിൻ്റെ നേച്ചറൊക്കെ ഒന്ന് ട്വിസ്റ്റ് ആവും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇത് ഒട്ടും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു DNA അല്ല. ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഈ ഒരു ഓറഞ്ച് സ്മെൽ എലോങ് വിത്ത് ദാറ്റ് ഫ്ലോറൽ ടച്ച് അത് തന്നെയാണ് ഇത് കീപ്പ് ചെയ്യുക. അപ്പം വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതുകൊണ്ടും കൂടിയാണ് എനിക്കിത് ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പെർഫ്യൂം ആക്ച്വലി നമ്മുടെ LVയുടെ പസഫിക് ചിൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിൻ്റെ ലൈക്ക് ഇൻസ്പയർഡ് വേർഷനാണ്. മാറ്റർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇന്ന് വരെ അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സെൻ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഐ ബിലീവ് അത് കാശുള്ളവർ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂമാണ് LVയുടെ. നല്ല റേറ്റിംഗ് ഉള്ള പെർഫ്യൂമാണ്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ അസ് അറ്റ്ലീസ്റ്റ്. സോ നിങ്ങൾ വാങ്ങുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ഇൻ ഡീപ്പ് ഇൻ ടു ദ റാബിറ്റ് ഹോൾ ഓഫ് like Middle Eastern perfume. So adinu vendittu wait cheyyuka. Hope you love this video. See you in my next video. Till then, bye bye.